ധനം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് രവീന്ദ്രൻ മാഷ്, PK ഗോപി, ചിത്ര ഈ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനം. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കുന്ന നീലക്കുരുവികളെ. റീജ സിജോ നല്ല അറ്റംപ്റ്റ്, നന്നായിട്ട് പാടി. അറ്റംപ്റ്റ് മാത്രമല്ല, നന്നായിട്ട് പാടി. നല്ല മോഡുലേഷൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ തവണത്തെ അത്രയും ഇതായെന്നും പറയാൻ പറ്റില്ല. എന്നാലും വളരെ വളരെ രസമുണ്ടായിരുന്നു. ടോട്ടാലിറ്റി നന്നായിട്ട് നല്ല ഔട്ട്പുട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ വലിയ തെറ്റുകളൊന്നും ഇതിൽ എടുത്ത് അങ്ങനെ പറയാനില്ല. എന്നാലും ചില ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. ഇപ്പോൾ ചീരപ്പൂവുകളെ തുടക്കത്തിൽ ആ താളമില്ലാതെ സ്ലോ ആയിട്ട് പാടിയപ്പോൾ ചീരപ്പൂ അത് കുറച്ച് ഫാസ്റ്റായി പോയി. അവിടെ പ്ലാൻ പാടി ശരിയായിരുന്നു, പക്ഷെ അതിൻ്റെ ടെമ്പോ കുറച്ച് ഫാസ്റ്റായ പോലെ. ചീരപ്പൂകൾ കുമ്മ കൊടു അത് ആ ചീര എന്നുള്ളത് പിന്നെ താളത്തിൽ വന്നപ്പോൾ കുറച്ച് ചെറുതായിട്ട് ശ്രുതി ഒരു ലൈറ്റായിട്ട് പ്രോബ്ലം തോന്നി. ചീരപ്പൂകൾ അതത്ര പെർഫെക്റ്റ് ആയിട്ട് കേട്ടില്ല. പിന്നെ കുഴപ്പമില്ല. നീലക്കുരുവികളെ ആ മോഡുലേഷനൊക്കെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് എനിക്ക് പറയാൻ തോന്നിക്കണം. അതിൻ്റെ ആ മോഡുലേഷൻ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങി റീജ. പിന്നെ തെന്നലറിയാതെ അണ്ണാറക്കണ്ണനറിയാതെ അവിടെ ഒന്ന് ചെറുതായി ശ്രദ്ധിക്കണം. അണ്ണാറക്കണ്ണനറിയ എന്നാണ് ആ പാടിക്കുന്നത്. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് അവിടെ. അണ്ണാറക്കണ്ണനറിയാതെ എന്നാണ് ആ ഒരു ഷേക്കിങ് അവിടെ ആ ഒരു ഓസിലേഷൻ ഉണ്ടല്ലോ. അത് ആ ഗമകം എന്ന് മ്യൂസിക്കലിൻ്റെ ഭാഷ പറയാം. ആ ഗമകം വേണ്ട രീതിയിൽ ഒന്നോടെ ഒന്ന് പോളിഷ് ചെയ്താൽ കൊള്ളാം. പിന്നെ വിങ്ങിക്കരയണ കാണാപ്പൂവും പൂവിൻ്റെ കണ്ണീരൊപ്പാമും ഊഞ്ഞാലാറ്റൂരൊക്കെ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല അവിടെയൊക്കെ നന്നായിട്ട് അറിഞ്ഞു പാടിയിട്ടുണ്ട്. തെക്കേ മുറ്റത്ത് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ സംഗതി തെക്കേ എന്നാ പാടി തെക്കേ മുറ്റത്തേ മുത്തങ്ങ പുല്ലിൽ അതൊക്കെ കൊള്ളാം. തെക്കേ മുറ്റത്ത് എന്നുള്ളതിൻ്റെ ആ രണ്ടാമത്തെ സംഗതി. പിന്നെ മുട്ടിയുരുമ്മിയിരിക്കുന്ന പച്ചക്കുതിരകളെ, പിന്നെ വെറ്റില നാമ്പ് മുറിക്കാൻ വാ, കസ്തൂരി ചുണ്ണാമ്പ് തേക്കാൻ വാ, അതൊക്കെ കുഴപ്പമില്ലാതെ പാടി. തേക്കാൻ വാ എന്നുള്ളതിൻ്റെ അടുത്ത് ചെറുതായിട്ട് ഒരു പ്രൊഫഷണൽ പ്രശ്നമായിരുന്നു. വെറ്റില അവിടെ തേക്കാൻ ഒരു നോട്ട് അങ്ങോട്ട് മാറി. പക്ഷെ അതും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും അത് ഒറിജിനൽ യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പിന്നെ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ലവി എടുക്കാൻ നേരത്ത് ചീരപ്പൂവുകൾ എന്നുള്ളതിൻ്റെ അവിടെ പ്ലാൻ കുറച്ച് വ്യത്യാസമുണ്ട്. അതിനും ആദ്യത്തെ സംഗതി തന്നെയാണ് റീജ പാടിയിരിക്കുന്നത്. അവിടെ കുറച്ച് വ്യത്യാസപ്പെടുത്തി വേണം ആ ചീരപ്പൂവുകൾ എന്നുള്ളത് എടുക്കാൻ. അത് പിന്നെ മേലെ വാര്യത്തെ ഇതേ അനുപല്ലവിയിൽ ആവർത്തിച്ചിരിക്കുന്ന ചെറിയ വളരെ ചെറിയത്. പക്ഷെ അത് ആ നോട്ട് രാഗത്തിൽ സ്കെയിലിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല കേൾക്കാൻ രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻഡിങ് നീലക്കുരുവികളെ എന്നുള്ളത് ആ എൻഡ് ചെയ്യണം അവസാനിക്കുന്ന ഭാഗം. അതൊക്കെ അങ്ങനെയുള്ള വളരെ വളരെ ചെറിയ തെറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ റൗണ്ടിൽ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 88 ഔട്ട് ഓഫ് 100. 88. പുലരിത്തു മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. ഞാൻ ഈ പറയാൻ പോകുന്നത് സിബി ജോസഫിന്റെ റിസൾട്ടാണ്. സിബി ജോസഫ് ഉത്സവ പിറ്റേന്ന് എന്ന 1988 ഇറങ്ങിയ ചിത്രത്തിലെ ഗാനമാണ് പുലരി തൂമഞ്ഞുതുള്ളിയിൽ. ആ ഗാനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാവാല നാരായണ പണിക്കരുടെ വരികൾക്ക് ദേവരാജൻ മാസ്റ്ററിന്റെ സംഗീതം, പാടിയത് ഗാനഗന്ധർവനായ ശ്രീദാസേട്ടനാണ്. സിബി ജോസഫ് നല്ല അറ്റംപ്റ്റ്, നന്നായിട്ട് പാടി, നല്ല ലയം ഉണ്ടായിരുന്നു. എന്നാൽ ചിലയിടത്ത് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മോഡിഫിക്കേഷൻ ആവശ്യമുണ്ട്.
അതായത് പാടിയേക്കണ് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത്ര തെറ്റില്ല, എന്നാൽ ശരിയാണെന്ന് ചോദിച്ചാൽ അത്ര ശരിയുമല്ല. അങ്ങനെ ഒരു ഇതിലാണ്. മൊത്തത്തിലല്ലാട്ടോ പറഞ്ഞത്, അവിടെ ചിലയിടത്തിലൊക്കെ. പക്ഷെ ടോട്ടാലിറ്റി വളരെ വളരെ നല്ല ഔട്ട്പുട്ട്, നല്ല കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഏതായാലും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫീൽ ചെയ്ത് നന്നായിട്ട് ശ്രുതി ലയം താളം കീപ്പ് ചെയ്ത് പാടി എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് പറയുന്നത്. പിന്നെ തെറ്റ് പുലരിത്തൂമഞ്ഞ്, അവിടെ കുറച്ച് പ്ലെയിൻ ആയിട്ട്, അവിടെ ഗമകം എന്ന് പറയും. നമ്മൾ ഈ കുറച്ചൊക്കെ ഒന്നോടൊക്കെ ഒന്ന് വെയിറ്റ് ആയിട്ട് വരേണ്ട സ്ഥലത്ത് സംഗതികൾ. ഇപ്പോൾ പുലരിത്തൂ അങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടാണ് പാടിയത്. അത് അതിൻ്റെ നോട്ടിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പുലരിത്തൂ ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, പുലരിത്തൂ അങ്ങനെ പ്ലെയിൻ ആയിട്ട് പാടി കഴിഞ്ഞാൽ അത്രയും ആ ഒരു ഫീലിംഗ് കിട്ടില്ല. തൂമഞ്ഞു തുള്ളി അവിടെ. പിന്നെ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു. അത് കുറച്ചുകൂടെ ഒന്ന്. നീർമണി വീണുടഞ്ഞു കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ്. എന്നുവെച്ചാൽ വലിയ നിസ്സാരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ വലിയ ആഗോളതലത്തിലുള്ള മിസ്റ്റേക്കൊന്നുമല്ല. പിന്നെ മണ്ണിൻ ഈറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി എന്നുള്ള അവിടെയുള്ള ഒരു ഹമ്മിങ് അനുപല്ലവിയില്. മണ്ണിൻ ഈറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി എന്നുള്ള ആ ടൈമിങ്ങും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മാനം തൊട്ടുണർത്തി അവിടെ മാനം തൊട്ടുണർത്തി എന്നുള്ള അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വെയിലിൻ കയ്യിൽ അഴപോലും, അവിടെ കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആകാം. വർണ്ണചിത്രങ്ങൾ മാഞ്ഞു അവിടെയൊക്കെ ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത് ആ ഒരു വെയിറ്റ്, സംഗതികൾക്ക് കുറച്ചുകൂടെ ഒരു വെയിറ്റ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അല്ലാതെ അതർവൈസ് ടോട്ടാലിറ്റി വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെയാണ് കത്തിത്തീർന്ന പകലിൻ്റെ പൊട്ടും പൊടിയും ചാർത്തി എന്നുള്ളത്. ആ ചാർത്തിയിൽ നിന്ന് നീട്ടി നിർത്തുന്ന ആ ഒരു ഭാഗം അത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ആയെന്ന് സംശയം. അതിൻ്റെ ടൈമിങ് ശ്രദ്ധിക്കുക. പൊട്ടും പൊടിയും ചാർത്തി അവിടെ ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു എന്നതിൻ്റെ അവിടെ നോട്ട് ചെറുതായിട്ട് മാറാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈനലിൽ വരുമ്പോൾ, അതായത് കുറച്ചുകൂടെ ആ അടുത്ത റൗണ്ടുകളിലൊക്കെ വരുമ്പോൾ അത് നന്നായിട്ട് ഒരു തെറ്റ് പോലും കഴിയുന്നതും വരാതെ നോക്കണം. പ്രത്യേകിച്ച് ചിത്രചേച്ചിയുടെ മുമ്പിലൊക്കെ പാടുമ്പോൾ. ചിത്രചേച്ചിയുടെ നമുക്ക് പെർഫെക്ഷൻ്റെ ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ എന്താ പറയുക, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും അതുപോലെ തന്നെ ലൈവായിട്ടും ഇതുപോലെ ഒരുപോലെ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന വളരെ അപൂർവം. ശ്രേയാ ഘോഷലും ചിത്രചേച്ചി മാത്രമേ ഫീമെയിൽസ് ആർട്ടിസ്റ്റുകൾ ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ചിത്രചേച്ചിയുടെ മുമ്പിലൊക്കെ പാടുകയാണെങ്കിൽ തീർച്ചയായും പെർഫെക്ഷൻ്റെ കാര്യത്തിൽ പിന്നെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും സിബി ജോസഫിന് ഈ റൗണ്ടിൽ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 88/100, 88 മാർക്ക്. വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം സ്റ്റീഫൻ മോനിപ്പള്ളി പാടിയ വാചാലം എൻ മൗനവും 985 കൂടും തേടി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് MD രാജേന്ദ്രൻ ലിറിക്സ്, ജെറി അമൽദേവ്, പാടിയിരിക്കുന്നത് യേശുദാസ്. സ്റ്റീഫൻ മോനിപ്പള്ളിയുടെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ ആ ശ്രമം കഴിഞ്ഞ റൗണ്ടിനേക്കാൾ നന്നായി എന്ന് പറയാം. പക്ഷെ എന്നാൽ ചില പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടിന് ഉടനീളം നിഴലിച്ചിരുന്ന, അതായത് കണ്ടിരുന്ന ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അതിനെ അത്ര നല്ല പഞ്ചിങ്ങായിട്ട് കേൾക്കേണ്ട പാട്ട് അത്ര പഞ്ചിങ്ങായിട്ട് കേട്ടില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ വാചാലം
വാചാലം അങ്ങനെയുള്ള സ്ഥലത്ത് പഞ്ചം കൊടുക്കും വാചാലം ഇങ്ങനെ ഒരു വീക്കായിട്ട് പാടിയ പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ എൻ മൗനവും നിൻ മൗനവും അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വീറ്റ് നോട്ട്സുകളൊക്കെ അതൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ക്ലാരിറ്റി വരേണ്ട കാര്യമുണ്ട്. പിന്നെ ഉള്ളത് സംഗതികളുടെ ചില ക്ലാരിറ്റി ഇല്ലായ്മ. അതായത് പ്രത്യേകിച്ച് അനുപല്ലി വരുമ്പോൾ ഒരു വയൽ പക്ഷിയായി പൂഞ്ചിറകിന്മേൽ ഉയരുന്നു ഞാൻ ഉയരുന്നു, അവിടെയൊക്കെ പൂഞ്ചിറകിന്മേൽ അത് ക്ലാരിറ്റി ശരിക്കും കുറവ് അനുഭവപ്പെട്ടു. പിന്നെ ഒരു മണി തെന്നലായി താഴ്വരയാകെ അവിടെ തഴുകുന്നു നീ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒന്നുകൂടെ തന്നെ എനർജറ്റിക് ആയിട്ട് കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ചില സംഗതികളൊക്കെ ശ്രദ്ധിക്കാതെ എന്നല്ല മാറ്റി അവിടെയൊക്കെ പാടേണ്ടടുത്ത് പാടിയില്ല എന്നുള്ളത്. മണിമുടം കുഴലിത കാടാകവേ, ആ കാടാകവേ എന്നുള്ളത് 2 പ്രാവശ്യം 2 വരികളിൽ വരുന്നുണ്ട്. 2 വ്യത്യസ്തമായ സംഗതിയാണ്. ആദ്യത്തെ മണിമുളം കുഴലിത കാടാകവേ സംഗീതം കുളിരിളം തളിരിത കാടാകവേ, അതിന് പകരം കാടാകവേ എന്ന് 2ാമത്തെ സംഗതി 2 പ്രാവശ്യമായിട്ട് 2 പേരിലും കേട്ടു. അത് ഒരു ചെറുതായിട്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് ഇത് ഫീൽഡിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മിസ്റ്റേക്കാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് ചരണം ഒരു മുളം തത്തയായി ഇളവേൽക്കുന്നു. ഇത് അനുപല്ലിയുടെ അതേ ട്യൂണാണല്ലോ ചരണത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് ചരണത്തിലും ഇതേ പ്രശ്നമൊക്കെ തന്നെ ആണ് വന്നത്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് പാടായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും കഴിഞ്ഞ റൗണ്ടിനെ അപേക്ഷിച്ച് നന്നായിരുന്നു എന്ന് പറയാം. സ്റ്റീഫൻ മോനിപ്പള്ളിക്ക് ഈ റൗണ്ടിൽ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 82 ഔട്ട് ഓഫ് 100, 82.